ഹലോ ഹായ്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? എൻ്റെ കിച്ചണിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. അതായത് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമല്ല, എന്നാലും ചെറുതായിട്ട് കേട്ടോ. പിന്നെ ഞാൻ വരുമ്പം കൊണ്ടുവന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കാണണ്ടേ. അപ്പം പിന്നെ ഈ ഒരു വീഡിയോയിൽ കുറച്ചായിട്ട് കൊടുക്കുന്നുണ്ട്, ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കൊടുക്കാം. അതാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണും. പുതുതായിട്ട് ആരെല്ലാം വീഡിയോസൊക്കെ കാണുന്നവരുണ്ട് തോന്നും. എന്തായാലും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കണേ. എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാകും, ഞാൻ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ഒന്നും നിരത്തി വെക്കാറൊന്നുമില്ല. ഇങ്ങനെ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ ഇങ്ങനെ വെക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ കിച്ചൺ തന്നെയല്ലേ എല്ലാവരും നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. നല്ല വെറൈറ്റി പാത്രങ്ങൾ കൊണ്ടും ഈ മണി പ്ലാന്റ് വെച്ചിട്ടും നല്ല വെറൈറ്റി പൂട്ട്, അതേപോലെ തന്നെ ഫ്ലവേഴ്സ്, അങ്ങനെ അവരവർക്ക് കഴിയുന്ന രീതിയിൽ ഇന്ന് എല്ലാവരും കിച്ചണ് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 മാസത്തോളമായില്ലേ, 4 മാസത്തിനുള്ളിൽ ഏകദേശം 4 മാസം അടുപ്പിക്കാനായി. അപ്പം എനിക്ക് നല്ല പേടിയുണ്ടായിട്ടുണ്ട്, ഈ ഒരു മണി പ്ലാന്റ് എല്ലാം അങ്ങ് ഉണങ്ങി പോകുന്നു. പക്ഷേ ഒന്നും ആയിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരോട് പറയും അതിന് വെള്ളം നനച്ച് കൊടുക്കണേന്ന്. പിന്നെ ഒരുപാടൊന്നും നനച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കണേ എന്നെങ്കിലും പറയും. അതുകൊണ്ട് മാഷാ അല്ലാഹ് അങ്ങനെ വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഉണങ്ങിപ്പോയാൽ ആദ്യം രണ്ടാമത് തുടങ്ങണ്ടേ. പിന്നെ മണി പ്ലാന്റ് എല്ലാം പിന്നെ പെട്ടെന്ന് വളരും, അതൊരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുള്ള ഒരു ചെടി ഉണ്ടേന്, അത് നല്ലോണം അങ്ങ് കളറായിട്ടുണ്ട്. ഞാനത് പോകുന്ന ടൈമിൽ ഉമ്മാൻ്റെ അടുത്തേന് കൊണ്ടുവച്ചിന്. അവരത് മേലയിൽ കൊണ്ടിട്ടിട്ട് നല്ലോണം വെയിൽ തട്ടിയിട്ടുണ്ട്. അതിൽ അങ്ങനെ വെയിൽ തട്ടാൻ പാടില്ല എന്ന് തോന്നുന്നു. എൻ്റെ അടുത്തുനിന്ന് നല്ലോണം വളർന്നു വന്നതേനും. ഇൻഷാ അല്ലാഹ് അത് ശരിയാക്കി എടുക്കാനുണ്ട്. പിന്നെ ഈ ഒരു സെറാമിക്കിൻ്റെ ജാറുണ്ടാ, അത് ഞാൻ റാസൽ ഗെയിമിലെ ദെയ്ത്ത് എന്ന സ്ഥലത്തെ സേവിങ് ഹോം എന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ ഇവിടെ കൊടുക്കാം കേട്ടോ, നിങ്ങൾ കയറി നോക്കണേ. ആ ഒരു ഷോപ്പിംഗ് വ്ളോഗിൽ ഇതേപോലത്തതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ജാറുകളൊക്കെ ഞാനതിൽ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ എല്ലാം ഇഷ്ടമായി കേട്ടോ. ഇങ്ങനത്തെ ടീ പൗഡറെല്ലാം നിറച്ച് വെക്കുന്ന അങ്ങനെ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് നല്ലോണം വെയിറ്റ് തൂങ്ങും. അന്നേരം പിന്നെ നമുക്ക് മറ്റുള്ള സാധനമെല്ലാം അങ്ങ് കൂടുതലായിട്ട് ഒഴിവാക്കേണ്ടി വരും. ഇതന്നെ ഏകദേശം ഒരു 3.5 കിലോനോളം വരുന്നുണ്ട് കേട്ടോ. 3 കിലോനെല്ലാം അങ്ങനെ വരുന്നുണ്ട് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഗ്ലാസിൻ്റെ അല്ലേ, നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓയിലൊക്കെ നിറച്ച് വെക്കുന്ന ഈ ഒരു ബോട്ടിൽസ് ഉണ്ടല്ലോ സെറാമിക്കിൻ്റെ, അതും എനിക്ക് നല്ലോണം ഇഷ്ടമായി. അതിലൊന്നും പിന്നെ ഞാനിപ്പം തൽക്കാലം ഓയിലൊന്നും നിറച്ച് വെക്കുന്നില്ല, അത് ഷോനൊക്കെയാണ്. പിന്നെ ഇതിൽ വലുത് 3 ചെറുത് 4 ആയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു പിന്നെ പെട്ടി പോലത്തെ 2 കാണുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഒന്നിൻ്റെത് നല്ലോണം അങ്ങ് പൊളിഞ്ഞിട്ടുണ്ട്, അങ്ങ് ജാമായി പോയി കേട്ടു. ഉള്ളെല്ലാം നല്ലോണം പൊടിഞ്ഞ് വന്നു കേട്ടു. കുപ്പിയെല്ലാം എടുക്കുമ്പോൾ ഇതാണ് പ്രശ്നം, ഇങ്ങനെ പൊളിഞ്ഞു പോകും. പിന്നെ ഇത് ഒന്നേ പോയിട്ടുള്ളൂ, ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. മാഷാ അല്ലാഹ് നല്ല രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് പൊടിയൊക്കെ നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ 2 വാങ്ങിയേനു. അപ്പോൾ അതങ്ങ് പോയി കേട്ടും. പിന്നെ ഉള്ളത് ഈ ഒരു ബ്ലാക്കാണ്. അതിൽ ഞാൻ തൽക്കാലം പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കാമെന്ന് കരുതി. പിന്നെ ഈ വയറ്റിലെല്ലാം പിന്നെ മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയെല്ലാം നിറച്ച് വെച്ചാൽ പിന്നെ ആ ഒരു വൈറ്റ് കളറെല്ലാം പിന്നെ എന്തെല്ലോ കളറായി പോകും. അതുകൊണ്ട് എനിക്ക് അതിൽ വെക്കാനൊരു മനസ്സ് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ച് ഈ ഒരു ബ്ലാക്കിൽ തൽക്കാലം മുളക് പൊടിയൊക്കെ അതിൽ ഇട്ട് വെക്കാമെന്ന് കരുതി. അങ്ങനെ ഈ ഒരു സൈഡിലേക്കാണ് അത് മാറ്റിയത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു ചെടിയും കൂടി വെച്ചിട്ടുണ്ട്. ആ ചെടിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. അതായിട്ട് കൂടുതൽ പരങ്ങി കളിക്കുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ പിന്നെ ചെടിൻ്റെയോട് കൂടുതലായിട്ട് അങ്ങനെ പരങ്ങി കളിക്കാറില്ല, അത്യാവശ്യം കുറച്ച് അത്രയേ ഉള്ളൂ.
ആ ഒരു ചെടിയൊക്കെ നല്ലോണം വളരുന്നുണ്ട് കേട്ടോ, മാഷാ അല്ലാ. ആമാൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചതിന് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ജാറിൽ ഞാൻ എല്ലാ പൊടികളൊന്നും അങ്ങനെ നിറച്ച് കൊടുക്കുന്നില്ല. ടീ പൗഡർ, ഷുഗർ, പിന്നെ സാൾട്ട്, ഇത് മൂന്നാണ് വലുതിൽ നിറച്ച് കൊടുക്കുന്നത്. ചെറുതിൽ പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം അങ്ങനത്തെ എല്ലാം നിറച്ച് കൊടുക്കാമെന്നാണ് കരുതുന്നത്. പിന്നെ മുളക്, മഞ്ഞൾപ്പൊടി, കൊത്തമല്ലി അതൊന്നും പിന്നെ ഇതിൽ ശരിയാവില്ല. ഒന്നാമത് ഇതിൻ്റെ കളർ അങ്ങനെയാണ്. പിന്നെ മഞ്ഞൾ, മുളകൊക്കെ പിടിച്ചാൽ അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പിന്നെ അതൊക്കെ ഞാൻ വേറെ ഇല്ലാന്ന് നിറച്ച് കൊടുക്കുന്നത്. അതായത് വേറെ ബോട്ടിൽസിൽ. ഇതിൽ പിന്നെ കളറ് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മൾ പിന്നെ കൗണ്ടർ ടോപ്പിൽ ഇതൊക്കെ വെക്കുന്നത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഉപയോഗിക്കുന്നതോട് കൂടി കാണാനുള്ള ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്, നല്ലൊരു വൃത്തിയെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ സ്പൂണും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പൂണെല്ലാം മോള് വരുന്ന ടൈമിൽ വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇതിൻ്റെ ഒന്നും അങ്ങനെ ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല. ഷോപ്പിൽ പോയാൽ വെറും പാത്രങ്ങൾ, അല്ലെങ്കിൽ പിന്നെ പർദ്ദ, അല്ലെങ്കിൽ പിന്നെ ബാഗ്, ഡ്രസ്സ് കുറവാണ്. ഇങ്ങനത്തെ എല്ലാം നോക്കി കിടക്കലാണ് എൻ്റെ പരിപാടി. ഇതെല്ലാം മോളെടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നന്നായി. ഞാൻ പിന്നെ ഇങ്ങനത്തെയൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. പിന്നെ ഇവിടെ എത്തിയാൽ വിചാരിക്കുക അത് വാങ്ങിയാൽ മതി, ഇത് വാങ്ങിയാൽ മതി, മറ്റേത് വാങ്ങിയാൽ മതി എന്നെല്ലാം ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയേ. പക്ഷെ ആടെ എത്തിയാൽ എനിക്കിതൊന്നും വാങ്ങിക്കാനുള്ളൊരു ശ്രദ്ധ ഉണ്ടാവില്ല. ഇതെല്ലാം ഇങ്ങനത്തെ മോളാണ് ഇങ്ങനത്തെ എല്ലാം എടുക്കുക. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ആളി അപ്പുറത്തെ പ്രാവശ്യമായിട്ടാണ് ഇവൾ കാട്ടൻ കോരി വരെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടുന്ന്. അതുകൊണ്ട് നല്ല തന്നെയാണ്. ഇപ്പം ഞാൻ ആ കാട്ടൻ കോരി യൂസ് ആക്കുന്നുണ്ട്. അത്രയും നല്ല ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളൊരു കാട്ടൻ കോരിയാണ്. നല്ല തന്നെയാണ്. ഇങ്ങനത്തെ എല്ലാം ഇവൾ എടുക്കുന്നത് കൊണ്ട്. ഈ ഒരു സ്പൂണ് ഉണ്ടാ ആ ഒരു വുഡിൻ്റെ അല്ലാണ്ട് മറ്റേ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെത് കാണുന്നുണ്ടല്ലോ, അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കട്ട് ചെയ്യുമ്പോൾ പിന്നെ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ എല്ലാ ഭാഗത്തുനിന്നും അങ്ങ് ഇളകിപ്പോവും. എന്നിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു പൊടിയെല്ലാം നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്താലും മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇതിൽ നിറച്ച് വെക്കുന്ന പൊടികളൊക്കെ ഞാൻ വേറെയും ബോട്ടിൽസിലാക്കി വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ലിഡൊക്കെ ഭയങ്കര ടൈറ്റാണ് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചില ദിവസം നല്ല തിരക്കായിരിക്കും. അപ്പോൾ തിരക്കിന് പിന്നെ അവിടുന്ന് എടുക്കലൊന്നും നടക്കില്ല. പിന്നെ അതിൻ്റെ കളറും അങ്ങനെയല്ല, വൈറ്റല്ലേ. പിന്നെ പെട്ടെന്ന് അതങ്ങ് വൃത്തികേടാവും. അത് പിന്നെ അന്നേരം പണിയാണ്. അതുകൊണ്ട് ഞാനെന്താ ചെയ്തേ, ഇതിൽ നിറച്ച് വെക്കുന്ന പൊടികളൊക്കെ വേറെയും ബോട്ടിൽസിൽ നിറച്ച് വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിച്ചിനത്, ഈ ഒരു വൈറ്റ് കളറിൽ വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അതിൽ നിറച്ച് വെച്ചാൽ എന്തായാലും ആദ്യം പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് അങ്ങോട്ട് എത്തുന്നതിനോ കളറെല്ലാം ഇതാവും. അത് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ആ ഒരു ചുവന്ന കളറും മഞ്ഞ കളറെല്ലാം ചെറുതായിട്ട് ആടെ ഒരു പിടിക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകും. അപ്പം പിന്നെ കളറ് പിടിക്കാത്തത് പിന്നെ ഈ ടീ പൗഡർ, ഷുഗർ, പിന്നെ സാൾട്ട് അതൊന്നും പിന്നെ കളറ് പിടിക്കുന്നതല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റിൽ ഇങ്ങനെ നിറച്ച് വെച്ചത് കേട്ടോ. വൈറ്റ് ഈ ഒരു ഗ്ലാസ് ജാറിൽ. പിന്നെ കളറാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അല്ലേ. അപ്പോൾ കളറിൻ്റെത് ഞാൻ 2 കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് പൊടിഞ്ഞു പോയല്ല. അപ്പോൾ ഒന്നത് കളഞ്ഞ് പിന്നെ ഉള്ളത് ബ്ലാക്കാണ്. ബ്ലാക്കിലാണ് ഞാൻ മുളക് പൊടി നിറച്ച് വെച്ചത്. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ചെറുതിലെല്ലാം പിന്നെ കടുക്, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഏലക്കായ, അത് നമുക്ക് ഇഷ്ടമുള്ളത് നിറച്ച് വെക്കാം കേട്ടോ. പിന്നെ ഇതെല്ലാം നമ്മൾ കൂടുതലിങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഒരു എന്താ പറയുക കാണാനുള്ള വൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും ഞാൻ കൂടുതൽ അങ്ങനെ യൂസ് ആക്കില്ല. കൂടുതൽ യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ നിറച്ച് വെക്കുന്നതെല്ലാം വേറെയും ബോട്ടിൽസിൽ ആക്കി വെക്കുന്നത്. ഞാൻ മനസ്സിൽ പ്ലാനിങ് ആക്കിയതിന്
പിന്നെ അതായത് ഈ വൈറ്റ് കളറിൽ വരുന്ന ഈ ഒരു ജാറുണ്ടല്ലോ, അത് മോള് അവിടെയുള്ള ടൈം ഞാൻ വാങ്ങി വെച്ചതാണ്. എന്നിട്ട് മോള് വരുമ്പോൾ ഇത് വെളിയിൽ കൊടുത്ത് വിട്ടിട്ട് ഞാൻ വരുന്ന സമയത്ത് ഇതിൻ്റെ വേറൊരു മോഡലുള്ളതുണ്ട്, അത് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് ഇവളെ പെട്ടിയിൽ ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഏകദേശം ഒരു 3 കിലോനോളം ഉണ്ട്. അപ്പോൾ വെയിറ്റ് ആയില്ലേ, അപ്പോൾ പിന്നെ അത് അവിടെ വെച്ചിട്ട് ഞാൻ വരുമ്പോൾ കൊണ്ടുവരേണ്ട വന്നത്. അല്ലെങ്കിൽ എൻ്റെ കണക്കൂട്ടൽ ഇതൊന്നല്ല, ഇവളിൽ ഇത് കൊടുത്ത് വിട്ടിട്ട് എനിക്ക് വരുമ്പോൾ വേറെ കൊണ്ടുവരാം എന്ന ഒരു ഉദ്ദേശം ഉണ്ടായിന്. അപ്പോഴത്തേക്ക് അത് പാളിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സെറ്റ് മാത്രമേ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. എനിക്ക് പിന്നെ ഓരോന്ന് കാണുമ്പോൾ നമ്മളെ മനസ്സും കണ്ണെല്ലാം അതിലേക്ക് തന്നെ പോന്ന്, ഓരോന്ന് കാണുന്നതിന് വീണ്ടും വീണ്ടും എടുക്കാൻ തോന്നുന്നു, ഇങ്ങനെ ആകർഷിക്കുന്നു. എന്താ ചെയ്യുക റബ്ബേ, മാഷല്ലാ. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഞാൻ വേറെയും ബോട്ടിൽസിൽ ഇങ്ങനെ നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. മറ്റേത് പിന്നെ ഇങ്ങനെ വീഡിയോയിൽ എടുക്കുന്ന സമയത്തെ ഞാൻ അതിൽ നിന്ന് എടുക്കാൻ നിൽക്കും. ഇത് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പിന്നെ ഗ്ലാസ് ബോട്ടിൽസിൽ നിറച്ച് വെക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു പ്ലാസ്റ്റിക്കിൽ കൂടി നിറച്ച് വെക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് ഡപ്പയിലും കൂടി നിറച്ച് വെക്കുന്നുണ്ട്. അത് പിന്നെ മക്കൾക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ 3 എണ്ണത്തിലാണ് ഞാൻ ഈ ഒരു ഷുഗറിൻ്റെ പൊടി നിറച്ച് വെക്കുന്നത്. മക്കളെല്ലാം പിന്നെ ഇത് ചിലപ്പം വലിച്ചെടുക്കുമ്പോൾ പിന്നെ എനിക്ക് പേടി, താലേക്ക് വീണ് പോവോ, പിന്നെ ഇതിൻ്റെ ആ ഒരു ലിഡുള്ള ഇവരങ്ങനെ തുറന്ന് വെച്ചിട്ട് അങ്ങനെ നടക്കുമോ എന്നുള്ളൊരു പേടിച്ചിട്ടാണ് കേട്ടോ. ഞാൻ പിന്നെ ഇവരെ കുക്കിങ്ങിന് ഇരുത്തുന്ന ഇവരെ അങ്ങനെ ഇതാക്കാൻ വിടാറില്ല. ചില സമയം ഇവരുണ്ടാവും, പിന്നെ എന്താ പറയുക, ഈ പുളിനാരങ്ങ വെള്ളമെല്ലാം ഇടയ്ക്ക് പോയിട്ട് കലക്കും, അന്നേരം ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. അന്നേരം പിന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ കുക്ക് ചെയ്യുന്നതിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു റാക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ഫിറ്റാക്കിയിട്ട്. അപ്പോൾ അതിൽ 2 പൊടികളും വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തത്. എന്നാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് എടുക്കാമല്ലോ. പിന്നെ മറ്റേതൊന്നും പിന്നെ ഞാൻ അങ്ങനെ എടുക്കൂല, അതെല്ലാം ഷോന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ടോ, ഓയിലൊക്കെ നിറച്ച് വെക്കുന്നത്, ഇത് ഞാൻ റാസൽ ഗെയിമിലുള്ള ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതൊക്കെ. ഇത് പിന്നെ തൽക്കാലം ഞാൻ യൂസാക്കുന്നില്ല, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ തൽക്കാലം ഞാനതങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. തൽക്കാലം ഒന്നും ഉണ്ടല്ലോ, പിന്നെ വെറുതെ എന്തിനാണ് എല്ലാം വലിച്ചിട്ടിട്ട് എല്ലാം അങ്ങ് അലാക്കാക്കുന്നത്. പിന്നെ ഇതെല്ലാം വൃത്തികേടായ പിന്നെ അതൊക്കെ വൃത്തിയാക്കാനും പണിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ടിഷ്യൂ കൊളുത്തുന്നെല്ലാം നിങ്ങൾ ആദ്യത്തെ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടാകും അല്ലേ. ആ വീഡിയോയിലെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ പുതിയ കബോർഡ്സ് എല്ലാം ഫിറ്റാക്കിയതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കയറി നോക്ക്, സമയം കിട്ടുമ്പോൾ കയറി നോക്കണേ. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, പിന്നെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ എല്ലാം അങ്ങ് സെറ്റായിന്നൊന്നുമില്ല, കുറച്ച് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ ആ ഒരു സൈഡിലായിട്ട്, അതായത് സിങ്കിൻ്റെ അടുത്തായിട്ട് ഞാൻ സ്പൂണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റീൽ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്, ചെറുതും വലുതായിട്ട്. അത് ഞാൻ ഐക്കിയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഈ പ്രാവശ്യം വാങ്ങിയതല്ല കേട്ടോ, മുമ്പ് ഓരോ വാങ്ങിയതാണ്. അത് നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, കണ്ണൂർ ടോപ്പിൽ ഇത് 2 വെച്ചതായി കണ്ടിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന സ്പൂണ് കാര്യങ്ങളൊക്കെ ഈ ഒരു സെൽഫിലാണ് വെക്കാറ്. പിന്നെ നമ്മൾ ഡെയിലി എടുക്കുന്നത് മാത്രമേ ഇവിടെ വെക്കാറുള്ളൂ കേട്ടോ. എല്ലാം ഇങ്ങനെ എനിക്ക് വലിച്ചിടുന്നത് അത്ര വലിയ ഇഷ്ടമല്ല. അന്നേരം പിന്നെ ഒരു കാണാൻ ഒരു നീറ്റ് ഉണ്ടാവില്ല, ഒരു വൃത്തിയില്ലാതെ പോലെ ഉണ്ടാവും. അങ്ങനെ കത്തിയിലും കുത്തി വെക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു എന്താ അതിന് പറയുന്ന പേര് നിങ്ങൾ കമൻ്റ് ആക്കാനൊക്കെ അറിയില്ല കേട്ടോ. അത് ഞാൻ റാസൽ ഗെയിമിലുള്ള ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത് ആ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കിച്ചണിലുള്ള കബോർഡ്സ് എല്ലാം ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ അതിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അത്യാവശ്യം പിന്നെ അടുക്കളയിലും അതേപോലെ തന്നെ സ്റ്റോർ റൂമിലൊക്കെ സൗകര്യമുണ്ട്. പിന്നെ ഈ ഒരു പിന്നെ കിച്ചണെന്ന് വെച്ചാൽ ഓപ്പൺ കിച്ചണാണ് കേട്ടോ. എനിക്ക് വേറെ ഒരു കിച്ചൺ ഉണ്ട്,
പിന്നെ അപ്പോൾ അതിലാണ് എൻ്റെ പുതിയ പുതിയ പാത്രങ്ങളൊക്കെ വെക്കാറ് കേട്ടോ. ഇൻഷാ അള്ളാ അത് വേറൊരു വീഡിയോയിലായിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം നിങ്ങൾ കുറച്ച് കാണിക്കുക, ഏതാ ടൈപ്പ് എന്നെല്ലാം നമ്മൾ നോക്കിയിട്ട് നമുക്കും അങ്ങനെ വായിക്കാനാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതേപോലത്തെ അല്ല, എന്താ പറയുക, അതിൻ്റെ കുറച്ച് മാറ്റങ്ങൾ വരുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളെ കിച്ചണ് നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്താൽ, നമുക്ക് കഴിയുന്ന രീതിയിൽ നല്ല അടിപൊളിയാക്കി വെച്ചാൽ, പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടെല്ലാം വരുന്ന സമയത്ത് നമുക്ക് കിച്ചണിൽ കയറാൻ നല്ലൊരു വൈബാണ് അല്ലേ. അല്ലെങ്കിൽ എന്തോ പോലെ ഉണ്ടാക്കും, ഫുഡ് ഉണ്ടാക്കാനും പിന്നെ എല്ലാത്തിനും ഒരു റാറ്റ് ഉണ്ടാകും. പിന്നെ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയല്ലേ. നല്ലൊരു ആശ്വാസമാണ്, നല്ല നീറ്റായിട്ട് കാണുമ്പോൾ. പിന്നെ ഓരോന്ന് വൃത്തിയാക്കൽ ഇതെല്ലാം ആകുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, പ്രത്യേക ഒരു ഇത്. പിന്നെ എല്ലാവരും കിച്ചൺ തന്നെയല്ലേ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, എന്തെന്നായാലും നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോവുക, നല്ല രീതിയിൽ അതിനെ ഭംഗിയാക്കുക, അത്രയെല്ലാം തന്നെയാണല്ലേ. അല്ലാതെ വലിയ മാളിക അങ്ങനെ ഇങ്ങനെ അതൊന്നുമില്ല. ചെറുതായാലും വലുതായാലും എന്തെന്നായാലും, അതായത് ഇപ്പോൾ വീടിൻ്റെ കാര്യം മാത്രമല്ല, എന്തോ അങ്ങനെ തന്നെയാണ്. നമ്മളാണ് അതിനെ കൊണ്ടെടുക്കേണ്ടത്. നമ്മൾ നടക്കുന്നത് പോലെ ആയിരിക്കും ഓരോ കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ചെടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഇളയമ്മാൻ്റെ അടുത്തു നിന്നാണ് വാങ്ങിക്കാറ്. നല്ല ചെടികളുമാണ്, അത്യാവശ്യം പൈസയും കുറവാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉണങ്ങിപ്പോകുന്ന ഈ ഒരു സംഭവമൊന്നുമില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെടിയെല്ലാം വളരുന്നുണ്ട്. പിന്നെ അതിന് എന്താ പറയുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. എന്താ പറയുക, വെള്ളം നനച്ച് കൊടുക്കലും പിന്നെ എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഇങ്ങനെ വളയിലിട്ട് കൊടുക്കൽ, അങ്ങനെയെല്ലാം തോന്നും. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊന്നും വോയിസ് ഓവർ ഒന്നും ക്ലിയർ ഇല്ലാതെ തോന്നല്ലേ, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, ബായ്.